ഹായ് ഗായ്, ഇന്ന് നമുക്ക് കാർത്തികയാണ്. അപ്പൊ ദച്ചു വിളിച്ചു ഒരുങ്ങി വിളക്കിന്റെ മുമ്പിൽ ഇരുന്നിട്ടുണ്ട്. നമ്മൾ വിളക്ക് എല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവര് നാമം ജപിക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പൂജാമുറി. ഇതുവരെ നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ, നമ്മുടെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല. ഇതാണ് പൂജാമുറി. എല്ലാ വിളക്കെല്ലാം നല്ല രീതിയിൽ കത്തിച്ചിട്ടുണ്ട്. നമ്മൾ തട്ട ഒരുക്കിയിട്ടുണ്ട്. തെച്ചു വിച്ചു പ്രാർത്ഥിക്കുകയാണ്. എന്ന് സന്ധ്യക്ക് ഈ നാമം ജപിക്കുന്നു കേട്ടോ. നമ്മള് മുല്ലപ്പൂവും ശംഖുപുഷ്പവും തെറ്റിപ്പൂവും വെച്ച് 4 വിളക്കും കത്തിച്ചിട്ടുണ്ട്. രാമചന്ദ്ര സ്വാമി ഇനി നമുക്ക് പുറത്തോട്ട് പോയി നമുക്ക് പുറത്തുള്ള വിളക്കെല്ലാം തെളിയിക്കാം. നടയിലുള്ളത് വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമഃ. അപ്പൊ നമ്മളിവിടെ മുറ്റത്ത് ദീപം തെളിയിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് രാത്രി ആയതുകൊണ്ട് ഇച്ചിരി ക്ലാരിറ്റി കുറവായിട്ട് വരും കേട്ടോ. അപ്പം ഇരുട്ടാണ് കേട്ടോ, നല്ല ഇരുട്ടാണ്, ലൈറ്റ് അധികം കുറവാണ്, അതുകൊണ്ടാണ് ക്ലാരിറ്റി കുറഞ്ഞിരിക്കുന്നത്. നമ്മളിതുവരെ രാത്രിയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ ദച്ചു മിച്ചു അവിടെ നിന്ന് കളിക്കുകയാണ്. ദച്ചുവിനെ കൊണ്ട് പറ്റുന്നില്ല. അവിടെ ദീപം തെളിയിക്കുന്നുണ്ട്. വിശ്വ നമ്മളെ ഹെൽപ്പ് ചെയ്യണുണ്ട് കേട്ടോ. ദച്ചു അവിടെ ദച്ചു കുഞ്ഞല്ലേ, എടുക്കണ്ട ദച്ചു അവിടെ എല്ലാം എണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ നേരത്തെ എല്ലാം വിളക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് എടുക്കണ്ടെന്ന്. ദച്ചുവിന്റെ ഡ്രസ്സിലൊക്കെ ആവും. അമ്മയും കൂടെ വന്നിട്ടുണ്ടേ ഇതൊക്കെ കത്തിക്കാനായിട്ടേ. കൈ പൊള്ളിപ്പോയി. നമ്മള് മേളിലെല്ലാം കത്തിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പാൽ വെച്ചതിന് ശേഷം ഇന്നാണ് കേട്ടോ ലൈറ്റ് ഇടുന്നത്. പിന്നെ ഫസ്റ്റ് കാർത്തികയാണ്, നമ്മുടെ വീട് വെച്ചിട്ടുള്ള ഫസ്റ്റ് കാർത്തികയാണ്. അതുകൊണ്ട് മേളിൽ കയറാനായിട്ട് പിന്നെ എടുത്ത് വെക്കാനായിട്ട് ഇത് താഴെ കത്തിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പം എണ്ണ അമ്മ പൊക്കോ, ഞാൻ കത്തിച്ചോളാം. അവിടെയൊന്നും കത്തിക്കണ്ടേ? അവിടെയൊന്നും കത്തിട്ടില്ല. ആറ്റാട ചെടി കൂടെ കത്തിക്കല്ലോ. ആറ്റാട ഞാൻ വിത്തൂടെ കൊണ്ട് കൈ കത്തിച്ചാണ്. അപ്പോൾ നമ്മൾ ദീപം ഒരു വിധം ഫ്രണ്ടിൽ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കത്തിച്ചതെല്ലാം പിന്നെ അണഞ്ഞുകൊണ്ട് ഭയങ്കര കാറ്റാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് കത്തിക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചില്ല. രാവിലെ നല്ല മഴയായിരുന്നു. ദച്ചു നല്ല ഹാപ്പിയാണ്. ദച്ചു അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ള് ഒന്നുകൂടി കത്തിക്കണം. പിന്നെ കാര്യം എന്താ വെച്ചാൽ കാറ്റടിച്ച് പിന്നെ അണഞ്ഞു പോവുകയാണ്. വിഷു എന്തോ നല്ല പാവം കേട്ടോ. വിഷനാണ് വിഷുവിന് മുണ്ട് അത്രയ്ക്ക് പറ്റത്തില്ല കേട്ടോ. മുണ്ട് എല്ലാം വിഷു അത് വിഷു സൂക്ഷിച്ച് വിഷം പാവം ഇരുന്ന് കത്തിക്കുന്നുണ്ട് കേട്ടോ. താഴെയുള്ളതെല്ലാം ഞാൻ ഇനി ഇതും കൂടി ദച്ചു
ദച്ചു തുളസി തൊടല്ലേ മോളെ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ കാർത്തിക അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7:15 കാശി റിച്ചി എല്ലാവരും അവരുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 6:15 തൊട്ട് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഒരു സൈഡിൽ കൂടി അടഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറൊരു സൈഡിൽ കൂടി കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 7:15 നമ്മളിപ്പോഴും കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ദച്ചു, വിച്ചു, കാശി, റിച്ചി എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് കിടന്ന് ഓടി കളിക്കുകയാണ് ഈ വിളക്കിൻ്റെ ഇടയിൽ കൂടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാർത്തിക നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാറ്റിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മഴ നമ്മളെ ചതിച്ചില്ല. ഇവർ കണ്ട ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഹോളിയുടെ മറ്റേ കോല ഇടുന്ന കളർ ഉണ്ടായിരുന്നു. ദച്ചു അതെല്ലാം പൊട്ടിച്ച് കല്ലും പുറത്തും എല്ലാം ആക്കി വന്നിട്ട് അതെല്ലാം പുറത്തും എല്ലായിടത്തും ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡ്രസ്സിലെല്ലാം ആയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ പിള്ളേരുടെ സന്തോഷം കണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാം അണച്ചാ ഊതി അണച്ചു, കാറ്റ് കൂടാതിട്ട് ഊതി അണച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പം ബൈ. അപ്പം ബൈ.